Question number 12. Integral sin square x by 1 plus cos x dx. Sin square x എന്ന് പറയുന്നത് sin x the whole square എന്ന് എഴുതാം. നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു sin 2x equal to 2 sin x cos x. 2 sin x cos x. അപ്പോൾ sin x വരുമ്പോൾ എങ്ങനെ എഴുതും? sin x equal to 2 sin x by 2 cos x by 2. ഇപ്പൊ sin x ന് പകരം 2 sin x by 2 ഇൻറ്റു cos x by 2 the whole square എന്ന് എഴുതാം. ഇവിടെ 2ന്റെ സ്ക്വയർ 4 sin square x by 2 ഇൻറ്റു cos സ്ക്വയർ, ഓരോ ടേമിനും സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് cos x ന് നമുക്ക് 2 cos square x by 2 എന്ന് എഴുതാം. ഇവിടെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 2 sin square x by 2. sin square x ന് നമുക്ക് 1 മൈനസ് cos x എന്ന് എഴുതാം. എന്നിട്ട് 1/2 കൂടെ ക്യാൻസൽ ആവും. 1 മൈനസ് cos x dx എന്ന് വരും. ഓരോന്നിനായിട്ട് സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. x മൈനസ് sin x പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്റഗ്രൽ cos 2x മൈനസ് cos 2 ആൽഫ ബൈ cos x മൈനസ് cos ആൽഫ. ഇത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ cos 2x ഇക്വേഷൻ എഴുതും 2 cos സ്ക്വയർ x മൈനസ് 1. അതുപോലെ cos 2 ആൽഫയ്ക്ക് എന്ത് എഴുതാം? 2 cos സ്ക്വയർ ആൽഫ മൈനസ് 1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് സൈൻ ഓരോ ടേമിനും വരും. 1ഉം പ്ലസ് 1 കൂടെ ക്യാൻസൽ ആയിട്ട് 2 cos സ്ക്വയർ x മൈനസ് 2 cos സ്ക്വയർ ആൽഫ ബൈ cos x മൈനസ് cos ആൽഫ dx എന്ന് വരും. രണ്ട് ടേമിനും 2 ഉണ്ട്. 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ cos സ്ക്വയർ x മൈനസ് cos സ്ക്വയർ ആൽഫ വരും. അതായത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം. അതെന്താ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ cos x മൈനസ് cos ആൽഫ ഇൻറ്റു cos x പ്ലസ് cos ആൽഫ ഡിവൈഡഡ് ബൈ cos x മൈനസ് cos. അപ്പോൾ ഒരേപോലെ രണ്ട് ടേം വരുന്നത് അതിനെ ക്യാൻസൽ ചെയ്യും. പിന്നെ cos x പ്ലസ് cos ആൽഫയാണ് ഉള്ളത്. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ cos x പ്ലസ് cos ആൽഫ dx. ഇപ്പം നമുക്ക് ഇവിടെ cos x ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് sin x വരും. cos ആൽഫയുടേത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സ് വേരിയബിൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ആയി പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? cos ആൽഫ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ 1 ഡി എക്സിൻ്റെത് എക്സ്. അപ്പൊ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് cos ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് സി. 2 ഓരോ ടേമിനും കൊടുക്കുന്നു. 2 സൈൻ എക്സ് പ്ലസ് 2x cos ആൽഫ പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്റഗ്രൽ cos x മൈനസ് sin x ബൈ 1 പ്ലസ് sin 2x dx. ഇവിടെ ഒരു പുതിയൊരു ഫോമുലയും കൂടെ പഠിക്കുക. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനിയുള്ള പ്രോബ്ലംസ് മിക്കതിൽ ഇത് കയറി വരുന്നുണ്ട്. 1 പ്ലസ് sin 2x എന്ന്. 1 പ്ലസ് sin 2x എന്ന് പറയുന്നത് sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ. ഈ 1 മൈനസ് sin 2x ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുത്ത് എഴുതത്തേ ഉള്ളൂ. അപ്പോൾ cos x മൈനസ് sin x അതേപോലെ എഴുതുന്നു. 1 പ്ലസ് sin 2x പകരം cos x പ്ലസ് sin x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. എന്നിട്ട് ഈ കിടക്കുന്ന cos x പ്ലസ് sin x ഡെറിവേറ്റീവ് ആണ് cos x മൈനസ് sin x. അപ്പൊ നമുക്കതിന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ dt ഈക്വൽ ടു cos x മൈനസ് sin x എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുക. 1/t സ്ക്വയർ dt. 1/t സ്ക്വയർ എന്ന് പറയുമ്പോൾ t റേസ് ടു മൈനസ് 2. അപ്പൊ t റേസ് ടു മൈനസ് 2 t റേസ് ടു മൈനസ് 1 ബൈ മൈനസ് 1 പ്ലസ് t ഈക്വൽ ടു ഈ മൈനസ് ഇങ്ങോട്ട് എടുക്കുക മൈനസ് 1/t പ്ലസ് t. ഇനി ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ ഉള്ളത്? cos x പ്ലസ് sin x. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കംപ്ലീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്റഗ്രൽ tan ക്യൂബ് 2x ഇൻറ്റു sec 2x dx. ഇവിടെ tan ക്യൂബിന് നമുക്ക് tan സ്ക്വയർ 2x ഇൻറ്റു tan 2x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ tan sec 2x ഡെറിവേറ്റീവ് ആണ് എന്തോന്നു? sec x tan x. അപ്പൊ sec 2x നമുക്ക് t ആയിട്ട് എടുക്കാം. അതായത് ഇവിടെ ഒരു ഇക്വേഷൻ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. tan സ്ക്വയർ x ഈക്വൽ ടു sec സ്ക്വയർ x മൈനസ് 1. 2x വരുമ്പോൾ 2x എന്ന് എഴുതിയാൽ മതി. tan സ്ക്വയർ 2x ഈക്വൽ ടു sec സ്ക്വയർ 2x മൈനസ് 1 ഇൻറ്റു tan 2x ഇൻറ്റു sec 2x. ഈ sec സ്ക്വയർ 2x t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ sec 2x ഇൻറ്റു tan 2x ഇൻറ്റു 2x ഡെറിവേറ്റീവ് ഇൻറ്റു 2 ഈക്വൽ ടു dt ബൈ dx. അപ്പോൾ sec 2x tan 2x എന്ന് പറയുന്നത് 2x dx എന്ന് പറയുന്നത്
dt/2. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു dt/2 എന്ന് വരും. ഓരോ ടേമിനെ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ടി സ്ക്വയറിൻ്റെ t³ 1 dt t വരും. എന്നിട്ട് ടിക്ക് പകരം sec2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/2 ഇൻറ്റു sec³ 2x/3 മൈനസ് sec2x പ്ലസ് c അതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16, ഇന്റഗ്രൽ tan raised to 4x dx. ഇവിടെ 4 നമുക്ക് tan സ്ക്വയർ എക്സ് ഇൻറ്റു tan സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഒരു tan സ്ക്വയർ എക്സിന് ഐഡന്റിറ്റി ഉപയോഗിച്ച് sec സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് മാറ്റുക. tan സ്ക്വയർ ഇനി ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതി ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് sec സ്ക്വയർ എക്സ് ഇൻറ്റു tan സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു മൈനസ് tan സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന്. അപ്പം ഇവിടെ tan സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ 7.1 ചെയ്ത് പോയിട്ടുള്ളതാണ്. അതായത് tan സ്ക്വയർ എക്സിന് sec സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ് എന്ന് എഴുതി ഇവിടെ വെക്കുക. ഇതിന് ഞാൻ i എന്ന് കൊടുത്തിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുന്നു. അതായത് ഇവിടെ നമുക്കറിയാം ഏതെങ്കിലും ഒന്ന് ഡെറിവേറ്റീവ് ആയിരിക്കും. ഒരു ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അതിൽ തന്നെ കാണും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കേസുകളിൽ. അപ്പൊ ഇവിടെ tan എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്തോന്ന് sec സ്ക്വയർ എക്സ്. അപ്പൊ നമ്മൾ tan എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dt ഈക്വൽ ടു sec സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ t സ്ക്വയർ dt എന്ന് വരും. അപ്പൊ t³ 3 പ്ലസ് c. t-യുടെ സ്ഥാനത്ത് tan³ x/3 പ്ലസ് c. ഇനി ഇക്വേഷനിൽ നമ്മൾ ടിക്ക് പകരം tan x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന tan raised to 4dx, അതായത് ഈ ഇക്വേഷനാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഐക്ക് പകരം tan³ x/3 മൈനസ് sec സ്ക്വയർ എക്സിൻ്റെത് tan x മൈനസ് 1, ഈ ഒരു മൈനസ് കൂടെ ചേർന്ന് പ്ലസ് എക്സ് പ്ലസ് ടി എന്നാവും.